ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. പിന്നെ ഞാൻ രേഖാബ്യ ഗൃഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകനോട് കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, നീ രേഖാബ്യ ഗൃഹക്കാരെ ദേവാലയത്തിന്റെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവർക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ യിരെമ്യാവ് ആ അരുളപ്പാടനുസരിച്ച് രേഖാബ്യ ഗൃഹക്കാരെ മുഴുവനും, ആ കുടുംബക്കാരെ, ആ ഒരു കൂട്ടത്തെ മുഴുവനും കൊണ്ടുവന്നിട്ട് അവർക്ക് അവരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും അതിന് പാനപാത്രങ്ങളും ഒക്കെ നിരത്തി വെച്ചിട്ട് അവരോട് പറയുക, നിങ്ങളെല്ലാവരും, ഞാനൊരു സൽക്കാരം ഒരുക്കിയിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും വീഞ്ഞു കുടിച്ചു കൊള്ളുക. സ്തോത്രം. ആ വീഞ്ഞു കുടിക്കാൻ പറയുമ്പോൾ അവർ പറയുന്ന കാര്യമാണ്, അതിന് അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, അങ്ങനെ താഴോട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരുടെ പിതാവായ, അവരുടെ കുടുംബത്തിന്റെ തലവനായിരുന്ന യോനാദാബ് അവരോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും താഴോട്ട് പറയുക. ഞങ്ങൾ അതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചു വരുന്നു എന്ന് ഹല്ലേലൂയ ആ രേഖാബ്യ ഗൃഹക്കാര് പറയുക. സ്തോത്രം. അപ്പോൾ ദൈവം യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറയുന്നത്, നീ കാണുക, ഈ ഒരു മനുഷ്യൻ അവരുടെ മക്കളോട് കൽപ്പിച്ച കാര്യങ്ങൾ അക്ഷരം പ്രതി തലമുറയായി അവർ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ യഹോവയുടെ ജനമാണെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ ജനം, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാതെ എനിക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു. എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട്, എൻ്റെ കൽപ്പനകളെ പുറകിലെറിഞ്ഞു കളഞ്ഞുകൊണ്ട് അവർ എനിക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു കാര്യം ജനത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ് ദൈവമായ കർത്താവ് ഈ സംഭവം അവിടെ കൊണ്ടുവരുന്നത്. സ്തോത്രം. ഈ ഒരു കാര്യം ചെയ്യിക്കുന്നത്, യിരെമ്യാവിനെ കൊണ്ടത് ചെയ്യിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക, ഈ രേഖാബ്യ ഗൃഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച അല്ലെങ്കിൽ പാനപാത്രങ്ങൾ, കുടങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് യിരെമ്യാവ് പറയുന്നു, കുടിക്കുക, നിങ്ങൾക്ക് കുടിക്കാനുള്ളതാണ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്, നിങ്ങൾ കുടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. തെറ്റ് ചെയ്യുവാൻ, ഉടമ്പടി ലംഘിക്കുവാൻ, ഹല്ലേലൂയ, നിയമം ലംഘിക്കുവാൻ, ദൈവത്തോട് മനുഷ്യരോട് എടുത്ത പല തീരുമാനങ്ങൾ ലംഘിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വീഞ്ഞ് അങ്ങനെ മുമ്പിലിരിക്കുമ്പോൾ, സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത്, അവർക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും. കാരണം വീഞ്ഞ് കൊടുക്കുന്നത് യിരെമ്യാ പ്രവാചകനാണ്, ദൈവത്തിന്റെ പ്രവാചകനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ കുടിച്ചാലും കുഴപ്പമില്ല എന്നവർക്ക് ചിന്തിച്ചേക്കാം. എന്നാൽ അവർക്ക് അവരുടെ ഉള്ളിൽ അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ച ചില കൽപ്പനകൾ, ചില തീരുമാനങ്ങൾ, ഉടമ്പടികളുണ്ട്. സ്തോത്രം. ആ ഉടമ്പടിയിൽ നിന്ന് ഇനി യിരെമ്യാവ് എന്നല്ല, ആരും എന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, എത്ര വലിയ പ്രവാചകൻ വന്ന് മുമ്പിൽ എന്ന് പറഞ്ഞാലും അവർ ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ടില്ല, ഞങ്ങളത് അംഗീകരിക്കത്തില്ല എന്ന് വ്യക്തമായിട്ട് പറയുക. സ്തോത്രം. പേരെ, സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ, പാപം ചെയ്യാനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെ അനുകൂലമായി കടന്നു വരുമ്പോൾ അതിൽ വീണു പോകുന്നവരാണ് ഭൂരിഭാഗവും. സ്തോത്രം. ആമേൻ. നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങൾ ഒന്നുമില്ല എങ്കിൽ നാം വിശുദ്ധരാണെന്ന് ഒരിക്കലും വരികയില്ല. ഹല്ലേലൂയ. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ അതിപ്രസരം തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആമേൻ. അനവധി വിശുദ്ധന്മാരെ വീഴ്ത്തിക്കളഞ്ഞ, അനവധി വിശുദ്ധന്മാരെ ദൈവസന്നിധിയിൽ നിന്ന് കളയത്തക്ക രീതിയിൽ പിശാച് ശക്തിയോടെ അവരെ വീഴ്ത്തിക്കളഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ, ഇന്റർനെറ്റ്, മൊബൈൽ.
ഹല്ലേലൂയ. മൊബൈലിനൊക്കെ അടിമയായിട്ടുള്ള ഹല്ലേലൂയ അനേക വ്യക്തികൾ. ആമേൻ. അപ്പോൾ അവർ ആ പാപത്തിന്റെ അനുകൂലം അല്ലെങ്കിൽ പാപം ചെയ്യാൻ അനുകൂലമായ സാഹചര്യങ്ങൾ അനവധിയാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടോ എനിക്ക് അത് ചെയ്യുവാനുള്ള സാഹചര്യങ്ങളൊന്നും എനിക്ക് പാപം ചെയ്യാൻ ഒരു സാഹചര്യവുമില്ല, എനിക്ക് ലഹരി ഉപയോഗിക്കാൻ ഒരു സാഹചര്യവുമില്ല, അല്ലെങ്കിൽ എനിക്ക് കൈക്കൂലി വാങ്ങുവാൻ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വിശുദ്ധനാകുകയില്ല. സ്തോത്രം. നമ്മുടെ വിശുദ്ധി തെളിയിക്കുന്നത് എവിടെയാണ്? നമ്മുടെ വിശുദ്ധി തെളിയിക്കുന്നത് സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോഴാണ് ഞാൻ ആരാണെന്ന് തെളിയിക്കേണ്ടത്. എൻ്റെ യഥാർത്ഥ സ്വഭാവം, എൻ്റെ ഉള്ളിൽ ആരാണ് വസിക്കുന്നതെന്ന് തെളിയിക്കുന്നത്, തെളിഞ്ഞു വരേണ്ടത്, വെളിപ്പെട്ടു വരേണ്ടത് ഹല്ലേലൂയ ഈ സാഹചര്യങ്ങൾ അടുത്തു വരുമ്പോഴാണ്. സ്തോത്രം. ഞാൻ ആരുടെ മകനാണെന്ന് വെളിപ്പെടേണ്ടത് പാപത്തിന്റെ സാഹചര്യങ്ങൾ അടുത്തു വരുമ്പോഴാണ് ഞാൻ ആരുടെ മകനാണെന്ന് വെളിപ്പെടേണ്ടത്. ഞാൻ ക്രിസ്തുവിന്റെ മകനാണോ, ഞാൻ മറ്റ് ഹല്ലേലൂയ ആരെങ്കിലും ആണോ എന്ന് വെളിപ്പെട്ടു വരേണ്ടത് ഹല്ലേലൂയന്റെ പാപ സാഹചര്യങ്ങൾ അടുത്തു വരുമ്പോഴാണ്. ഞാൻ അവിടെയാണ് ജയിക്കേണ്ടത്, അവിടെയാണ് എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ. ഒരു സാഹചര്യവും അനുകൂലമല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചിലർ പറയും എൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ല, അതുകൊണ്ട് എനിക്ക് ആ രീതിയിലൊരു പാപം ചെയ്യേണ്ടി വരുന്നില്ല. ഞാൻ കൈക്കൂലി വാങ്ങാറില്ല, കാരണം എനിക്ക് കൈക്കൂലി വാങ്ങാനുള്ള സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല. ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല. സ്തോത്രം. കാരണം ഞാൻ ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ജീവിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതമല്ല എൻ്റേത്. ഇതൊക്കെ നാം പറയുമായിരിക്കാം. അതുകൊണ്ട് നാം വിശുദ്ധരാകണം. ഹല്ലേലൂയ. അതൊക്കെയാണ് വിശുദ്ധി. ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് വിശുദ്ധി എന്ന് കരുതുന്ന ഒരുപാട് ഹല്ലേലൂയ ആളുകളുണ്ട്. ആമേൻ. ഇതൊക്കെയും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളപ്പോൾ തന്നെ മൊബൈലും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഫേസ്ബുക്ക് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ഏതു തരത്തിലുള്ള കാര്യങ്ങളാകട്ടെ നമ്മുടെ കരങ്ങളിൽ ഉള്ളപ്പോൾ തന്നെ നാം ആരാണെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്കതിനെ ജയിക്കാനായിട്ട് കഴിയും. ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് വിശുദ്ധനാകുവാൻ കഴിയുകയില്ല ഒരിക്കലും. ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ കരങ്ങളിലും ഉള്ളപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ എത്രത്തോളം കഴിയും, നമുക്കതിൽ നിന്ന് വേർപെട്ടിരിക്കാൻ എത്രത്തോളം കഴിയും. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ വിശുദ്ധി വെളിപ്പെടേണ്ടത്. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അതിൽ വീണു പോകുകയാണ്. സ്തോത്രം. സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിശുദ്ധനാകുകയുമില്ല. സ്തോത്രം. അവൻ യഥാർത്ഥ സ്വഭാവം, നമ്മുടെ യഥാർത്ഥമായ സ്വഭാവം വെളിപ്പെടുന്നത് അവിടെയാണ്. ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാറുണ്ട്. ഒരു ഉദാഹരണം നാം പറയുമ്പോൾ, ഹല്ലേലൂയ, നാം ഇങ്ങനെ വഴിയിൽ കൂടി, അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത്, നമ്മുടെ നാട്ടിൽ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വാഹനം വന്നിട്ട് വേഗത്തിൽ വന്നിട്ട് നമ്മുടെ ദേഹത്തേക്ക് ആ റോഡിലുള്ള ചെളിയൊക്കെ തെറിപ്പിച്ച് ആ വാഹനം ഇങ്ങനെ കടന്നുപോയി. എന്നാൽ രണ്ട് തലങ്ങളുണ്ട് അതിനുള്ള പ്രതികരണത്തിന്. ഹല്ലേലൂയ. ഒന്ന്, നാം ഒറ്റയ്ക്കാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മോട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ, നമ്മൾ എല്ലാം തുറന്നു പറയുന്ന നമ്മുടെ ഒറ്റ കൂട്ടുകാരോ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഹല്ലേലൂയ. നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് അവിടെയാണ്. ഹല്ലേലൂയ. നാം എന്തൊക്കെ വാക്കുകളായിരിക്കും ആ സമയത്ത് പറയുക, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ സമയത്ത് ചിന്തിച്ചു കൂട്ടുക. ഹല്ലേലൂയ. എന്നാൽ നമ്മോട് കൂടെ ആ സമയത്ത് നാം ബഹുമാനിക്കുന്ന, നാം ഹല്ലേലൂയ നമ്മുടെ ദേവദാസന്മാരോ, നാം ബഹുമാനിക്കുന്ന പ്രായമുള്ള ആരെങ്കിലും വ്യക്തികളോ ഒക്കെ ആണെങ്കിൽ നമ്മോട് കൂടെ ഉള്ളതെങ്കിൽ നമ്മുടെ പ്രതികരണം ആ സമയത്ത് എന്തായിരിക്കും? നാം എത്ര വിനയത്തോടെ, എത്ര സമചിത്തതയോടെ ആയിരിക്കും ആ സമയത്ത് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ, പാപത്തിന്റെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം
മുമ്പിലേക്ക് വെളിപ്പെട്ട് വരുന്നത്, നാം ആരാണെന്ന് വെളിപ്പെടുന്നത്. സ്തോത്രം. എന്നാൽ ആ സമയത്ത് നാം ആരാണെന്ന് ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ആ ആ സമയത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് പറ്റുകയില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവായി പോകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിൽ കടന്നു വരാം. എന്നാൽ നാം ആരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, നാം ആരുടെ മകനാണെന്ന് മകളാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, നമുക്കതിനെ ജയിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. യോസേഫിന്റെ മുമ്പിൽ കടന്നു വന്ന സാഹചര്യം പാപത്തിന് അനുകൂലമാണ്. ഹല്ലേലൂയ. ആരും ചോദിക്കാനോ പറയാനോ വരില്ല. സ്തോത്രം. എന്നാൽ അവൻ ആരാണെന്ന് അവൻ അറിയാം. അവൻ ആരുടെ മകനാണെന്ന് അവൻ അറിയാം. അവന്റെ ഉള്ളിൽ വസിക്കുന്നത് ആരാണെന്ന് അവന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് അവൻ അതിനെ ജയിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ, ഹല്ലേലൂയ, പാപ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ നമുക്കിതിനെ ജയിക്കാനായിട്ട് കഴിയണം. ആമേൻ. ഹല്ലേലൂയ. പാപ സാഹചര്യങ്ങൾ പ്രതികൂലം, അല്ലെങ്കിൽ പാപത്തിനൊരു സാഹചര്യവും ഇല്ല എന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും വിശുദ്ധനായി തീരുകയില്ല. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന, നമ്മുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന, യഥാർത്ഥ സ്വഭാവം എന്തെന്ന് വെളിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിൽ ഇനിയും കടന്നു വരാം. ഹല്ലേലൂയ. ആ പരീക്ഷണങ്ങളിൽ, ആ പരീക്ഷകളിൽ നാം ജയിച്ചവരായി നിൽക്കണമെങ്കിൽ, ആമേൻ, കർത്താവിന്റെ ആത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് നമുക്കിത് ചെയ്യാൻ കഴിയുകയില്ല. ഒരിക്കലും ഒരു മനുഷ്യനും ഒരു മാനുഷിക ശക്തി കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ജയിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, അതിനെ ഏറ്റെടുത്തുകൊണ്ട്, ഹല്ലേലൂയ, കർത്താവിൽ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും സഹായിക്കുമാറാകട്ടെ. ആമേൻ.